എന്നാൽ യൂബർ ഓടിക്കുന്ന ഒരു ഡ്രൈവർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടില്ല. അവർ ഈ കമ്പനിയുടെ കോൺട്രാക്ടേഴ്സ് ആണ്. അതായത് യൂബർ എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന സർവീസിൽ ഒരു കോൺട്രാക്ട് ബേസിൽ അവർ ഓടുന്നവരാണ്. അവർക്കൊരു നിശ്ചിത സമയമൊന്നുമില്ല. അവരുടെ സമയം എന്ന് പറയുന്നത് അവരുടെ ടൈം അനുസരിച്ച് പാർട്ട് ടൈം ആയിട്ടോ അല്ലാതെ ഒക്കെ ജോലി ചെയ്യാം. അവരെ ഒരിക്കലും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് തൊഴിലാളികൾ എന്ന ഒരു കാറ്റഗറിയിൽ അവർ വരില്ല. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേബർ ആക്ട് പ്രകാരം ആണ് ഇവിടെയുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ട്രേഡ് യൂണിയനുകളാണ് കേട്ടോ, അല്ലാതെ ചാരിറ്റിയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളോ അല്ല. അതായത് തിരുവിതാംകൂർ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ട്രേഡ് യൂണിയന്റെ കീഴിൽ നിൽക്കുന്ന തൊഴിലാളികൾ അവരെ പോലെ ഒരു വിഭാഗമല്ല ഇവര്. അവരുടെ സൗകര്യാർത്ഥം അവർക്ക് എപ്പോൾ വേണമെങ്കിലും സർവീസ് നടത്താം. എന്നാൽ ഈ യൂബർ എന്ന് പറയുന്ന കമ്പനിയെ മാത്രം ഇവർ അഡ്രസ് ചെയ്യുമ്പോഴത്തേന് ഇന്ന് വരെ ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഒരു 1.5 വർഷം മുമ്പ് ഈ വിഷയങ്ങൾ പരിഹരിച്ച് ഇവരെയും ഇതിന്റെ ഭാഗമാക്കിക്കൊണ്ട് സുതാര്യമായ ഒരു സാഹചര്യം ഒരുക്കണമെന്നും തൊഴിലാളികൾ തമ്മിൽ തെരുവിൽ തല്ലുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. ഇത് പഠിക്കാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. അദ്ദേഹം ഇത് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്ക് നിർദ്ദേശം കൊടുത്തു, റിപ്പോർട്ട് തേടി. പക്ഷേ ഈ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർ ഇതുവരെയും ഒരു റിപ്പോർട്ടും കൊടുത്തില്ല. അതിനുശേഷം നിരന്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ ഈ തർക്കമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അതായത് നിങ്ങളെല്ലാവരും തന്നെ യൂബറിന്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ പരമ്പരാഗത ടാക്സി തൊഴിലാളികൾ സർവീസ് നടത്തുന്നത് സർക്കാർ നിയമിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ നിജപ്പെടുത്തിയിട്ടുള്ള ഒരു റേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് മിനിമം 5 കിലോമീറ്ററിന് 250 രൂപയും എക്സ്ട്രാ കിലോമീറ്ററിന് റണ്ണിങ് കിലോമീറ്റർ 18 രൂപയും അത് സർക്കാർ നിശ്ചയിക്കപ്പെട്ട് തന്നിട്ടുള്ളതാണ്. അത് 2018 ഇത് വന്നിട്ടുള്ളത്. നാളിതുവരെയായും ധാരാളം കാര്യങ്ങൾ പെട്രോൾ ഡീസലിനാണേലും അതുപോലെ തന്നെ അതിന്റെ സ്പെയർ പാർട്സുകൾക്കാണേലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വർധനമുണ്ടായിട്ടും ഇന്ന് വരെ സർക്കാർ അതിനൊരു മാറ്റം വരുത്തി തന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഓടുന്നത്. എന്നാൽ ഈ യൂബർ ഓടുന്നത്, നിങ്ങൾ യൂബർ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിൽ നിന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് ഒരു ധാരണയിലാണ് ആ കമ്പനി അവിടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ആ റേറ്റ് അത് ഒരു കോൺട്രാക്ട് ആണ്. അത് പ്രകാരം ഒരു കൊട്ടേഷൻ ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ആ കൊട്ടേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡ്രൈവറുടെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ റേറ്റ് അവിടെ തരികയാണ്. എന്നാൽ അവർ തരുന്ന റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ എറണാകുളത്തു നിന്ന് കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ വൺ സൈഡ് ഒരു സംവിധാനമാണ് അവരുടെ. ഈ വൺ സൈഡ് സംവിധാനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 28 പ്രകാരം ഒരു തൊഴിലാളിയുടെ അവന്റെ ജോലിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തൊഴിൽ, അതിന് കിട്ടുന്ന വേതനം, അത് ഈ കമ്പനി സത്യത്തിലെ ഈ ഒരു ഓഫറിലൂടെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അപ്പൊ ശരിക്കും ഈ യൂബർ ഓടുന്ന ഒരു തൊഴിലാളിക്ക് അപ്പ് ആൻഡ് ഡൗൺ വാടക കിട്ടുന്നത് ഈ യൂബർ കമ്പനി പബ്ലിക്കിനിടയിൽ പേരുണ്ടാക്കാനും ഇവിടുത്തെ കുത്തക മുതലാളിത്ത സംസ്കാരം വളർത്തുന്നതിനും വേണ്ടി പൊതുജനങ്ങളെയും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. എന്താണ്? ഇപ്പൊ നിങ്ങള് പത്രമാധ്യമ പ്രവർത്തകരാണ്, നിങ്ങളൊക്കെ പല ചാനലുകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇതുപോലെ ഒരു കുത്തക കമ്പനി ഇവിടെ വന്നിട്ട് നാളെ നിങ്ങൾക്ക് കിട്ടുന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ആ കമ്പനി നിങ്ങൾ വാങ്ങുന്നതിന്റെ നേർപകുതിയല്ല അതിന് താത്ത് ആ കമ്പനി ഇവിടെ നടപ്പാക്കിയാൽ നിങ്ങളുടെ ജോലിക്കാരുടെയും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് തന്നെയാണ് ഈ യൂബർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ തൊഴിൽ മേഖലയാണ്. ഏതാണ്ട് 4-5 ലക്ഷം വരുന്ന ഒരു തൊഴിൽ മേഖലയാണ്. കൊമേഴ്സ്യൽ വിഭാഗ മേഖലയിൽ 10-12 ലക്ഷം ആൾക്കാരുണ്ട്. പക്ഷെ ഈ ടാക്സി മേഖലയിൽ 4-4 ലക്ഷം പേര് ഉണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തില് ഈ യൂബർ കമ്പനി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല.
എന്നാൽ സർക്കാരിന്റെ സംവിധാനം അടിസ്ഥാനമാക്കിയിട്ട് സർക്കാർ പറയുന്ന അഗ്രിഗേറ്റർ പോളിസി പ്രകാരം പ്രവർത്തിക്കേണ്ട ഒരു കമ്പനിയാണ് യൂബർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ എന്റെ കൈവശം ഇരിക്കുന്നത് ഇത് അഗ്രിഗേറ്റർ പോളിസിയാണ്. ഈ പോളിസി സെൻട്രൽ ഗവൺമെന്റ് 2019 ആലോചിക്കുകയും 2020 നടപ്പാക്കുകയും ചെയ്തു. അതിൻ പ്രകാരം കേരള ഗവൺമെന്റ് 2023 ഇതിനുള്ള പ്രാരംഭ നടപടികൾ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നടപ്പാക്കി. അതിന്റെ എല്ലാ പ്രൊസീജിയറുകളും പൂർത്തീകരിച്ചിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ലൈസൻസിങ് സമ്പ്രദായത്തിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇട്ടിട്ടും ഈ കമ്പനി നാളിതുവരെയായിട്ടും ഈ ലൈസൻസ് എടുക്കുന്നേ. യൂബർ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ പറയുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഒരു കമ്പനിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇത്രയും സാമ്പത്തിക ശേഷിയുള്ള, അതായത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ സ്ഥിതി, അവിടെയാണ് അതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അവര് ആ ഹെഡ് ഓഫീസുള്ള അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലെ 5 പേർക്കാണ് ഇതിന്റെ ഫ്രാഞ്ചൈസി നൽകിയിട്ടുള്ളത്. അവരാണ് കേരളം അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുള്ളത്. നിലവിൽ കേരളത്തിലെ യൂബറിന് അതിന്റെ യഥാർത്ഥ ആളുകൾ ഇതെല്ലാം ഫ്രാഞ്ചൈസികളാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഈ ഫ്രാഞ്ചൈസികൾ നിയന്ത്രിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് സത്യത്തിൽ ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതിന് ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ജീവിക്കാനാണെന്ന് ഇറങ്ങുന്നത്. പക്ഷേ തൊഴിലെടുക്കുന്നവന്റെ തൊഴിലിന്റെ വേതനം അതൊരു കമ്പനി വിദഗ്ധമായി വെട്ടിക്കുറച്ചു കൊണ്ടുപോകുക, അത് വെട്ടിക്കുറച്ചിട്ട് അവര് ലാഭം കൊയ്യുക എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, അതിനെയാണ് ഞങ്ങൾ എതിർക്കപ്പെടുന്നത്. അപ്പൊ യൂബറിന്റെ നിയമപ്രകാരം ഈ അഗ്രിഗേറ്റർ പോളിസി പ്രകാരം ലൈസൻസ് ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ പെർമിറ്റോ ടാക്സോ ഒക്കെ തീർന്നു കഴിഞ്ഞ് വാഹനം പുറത്തിറക്കിയാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളെ 1 മിനിറ്റ് അനുവദിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കും. ഈ കമ്പനി 1 വർഷമായിട്ട് ഇവിടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുമ്പോ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു, എന്താണ് അദ്ദേഹം പറഞ്ഞത്? യൂബറിന് ഓലയ്ക്കൊക്കെ ഇവിടെ ഓടാം, ഇന്ത്യയിൽ എവിടെ ഓടാൻ അനുവാദമുണ്ടെങ്കിലും കേരളത്തിൽ ഓടാം എന്ന് പറഞ്ഞ ആള് അടുത്ത ദിവസം അത് പാടില്ല എന്ന് തിരുത്തി. ആ പാടില്ല എന്ന് തിരുത്തി അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. ഓൺലൈൻ ടാക്സി മേഖലയിൽ പണിയെടുക്കുന്നവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾ അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കും, ലൈസൻസ് കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. നിയമവിരുദ്ധമായ ഒരു സംവിധാനം ഇവിടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും നിയമപ്രകാരം ഇത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടനാപരമായിട്ട് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ട്. അതിൽ അദ്ദേഹത്തിന് കൃത്യമായ വീഴ്ചയുണ്ട്. അദ്ദേഹത്തിന് ഒരു നിലപാടില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുള്ള ഒരു നിലപാടാണ്. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രത്യേകമായി ഒന്നും ചെയ്തു തരണ്ട, നിയമപരമായുള്ള കാര്യങ്ങൾ ചെയ്താലും മതി. കാരണം ഇവിടെ ലൈസൻസ് ഇല്ലാത്ത ഒരു സമ്പ്രദായം നിയമപ്രകാരം ചെയ്യേണ്ടത് എന്താണ്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പെർമിറ്റ് ഇല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ചു നിർത്തും, ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂബർ ഈ പ്രശ്നങ്ങൾ അവർ ലൈസൻസ് എടുത്തു വരട്ടെ. ഈ അഗ്രിഗേറ്റർ പോളിസി പ്രകാരം ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ, ഈ അഗ്രിഗേറ്റർ പോളിസി പ്രകാരമാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അത് സുതാര്യതയാണ്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ പോളിസി നടപ്പാക്കണമെങ്കിൽ ധാരാളം കടമ്പകൾ ഇവർ കടക്കണം. എന്തുകൊണ്ടാണ് യൂബർ ഈ 1 വർഷമായിട്ട് ഇത് എടുക്കാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് ആ പോളിസി പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മൾട്ടിനാഷണൽ കമ്പനിയായ യൂബറിന് ഇവിടെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ലൈസൻസ് എടുക്കാൻ സാമ്പത്തികമില്ലാഞ്ഞിട്ടോ സോഴ്സ് ഇല്ലാഞ്ഞിട്ടോ അല്ല. ആ പോളിസിയാണ് അവരുടെ പ്രശ്നം. ആ പോളിസിയിൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് പോളിസിയും അത് സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കിയപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കമ്പനിക്ക് കഴിയില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇവർ എന്നാ ഇതെടുത്ത് തന്നെ. അപ്പോൾ സത്യത്തിൽ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ സത്യം പറഞ്ഞാൽ ഈ കമ്പനി വഞ്ചിക്കുകയല്ലേ. അപ്പൊ ഈ കമ്പനിക്കെതിരെ കേരള ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്നാണ്. ഇത്രയും കാലം ഈ ലൈസൻസ് ഇല്ലാതെ ഇവിടെ ടാക്സ് അതുപോലുള്ള എല്ലാം വെട്ടിച്ച് ഇവർ ഓടിക്കൊണ്ടിരുന്നപ്പം എന്തുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയായ GST അതടയ്ക്കുന്നു എന്നൊരു കാരണത്താൽ ഇവരെ നിലനിർത്തി എന്നുള്ളത് ഇവിടുത്തെ അധികാരവർഗങ്ങൾ പരിശോധിക്കണം.